ഈ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഒരു തരം റിയലൈസേഷനാണ് നമ്മൾ എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത്. എനിക്കിപ്പോൾ ഉണ്ടല്ലോ ഒരു ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയൊരു ഫീലാ. എടീ, ഈ ലവ് എന്നൊക്കെ പറയുന്നതേ ഒരു ഫീലാ. നിനക്കത് മനസ്സിലാവണമെങ്കിൽ നീ ആദ്യം പ്രേമിക്കണം. എന്തിനാ ഞാൻ പ്രേമിക്കാൻ പോയെന്നാ ഞാൻ ആലോചിക്കണേ. അവന് വേണ്ടി ഫ്രണ്ട്സും ഫാമിലിക്കായിട്ടുള്ള എത്ര മൊമെന്റ്സാണ് ഞാൻ വേണ്ടാന്ന് വെച്ചേ. അവനും ഞാനും അതായിരുന്നു എൻ്റെ ലോകം. എടി, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൂടാലോ, പക്ഷെ അവനെ വിഷമിപ്പിച്ച എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ഞാൻ എവിടെയെങ്കിലും പോണെങ്കിൽ അവനോട് ചോദിക്കണം, അവന് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റും. എൻ്റെ ഐഡന്റിറ്റി തന്നെ അവനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും എനിക്ക് വേണ്ടിയൊക്കെ ഒന്ന് ജീവിക്കാൻ തുടങ്ങി. എൻ്റെ ഏടി ഇത് ടോക്സിക് ഒന്നുമല്ല. അവൻ പോണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോവും. പക്ഷെ അവനെ അനുസരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് വേറെയാ. ഞാൻ പറഞ്ഞ അവനും അനുസരിക്കും. ഈ പരസ്പരം കെയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതൊരു സേഫ് ഫീലാ. എടി, എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട് എന്നെ കാണാൻ വന്ന അതിന് വല്ല ചെക്കനും ആണെങ്കിൽ എനിക്ക് കാണാൻ പറ്റത്തില്ല. കാരണം അവനത് ഇഷ്ടമല്ല. ഇനി പറയാതെങ്ങാണ്ട് ഞാൻ പോയാ എനിക്ക് ഗിൽറ്റ് അടിക്കും. പക്ഷെ എന്തൊരു ബോറ് ലൈഫായിരുന്നു എടി എൻ്റെ. എടി, സംശയ രോഗിയായിട്ടൊന്നുമല്ല. അവൻ എൻ്റെ കാര്യത്തെ കുറച്ച് പോസസീവാ. അതിനൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. എടി, അവൻ ഏതെങ്കിലും ഫ്രണ്ടിനെ കാണാൻ പോയാ എനിക്കൊരു സങ്കടമാണ്. എനിക്കറിയാം അവൻ എന്നെ ചീറ്റൊന്നും ചെയ്യത്തില്ലെന്ന്, എന്നാലും ഒരു സങ്കടമാണ്. ഇത് ഞാനായിട്ടുണ്ടാക്കിയ സങ്കടമാണ്. ഞാനായിട്ട് തന്നെ മാറ്റണം. ഫോൺ വിളിച്ചും അടിയുണ്ടാക്കിയും ഒരു ദിവസം എത്ര നേരം എടി ഞാൻ കളഞ്ഞ്. ശരിക്കും ഇതൊക്കെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയമല്ലായിരുന്നോ? എടി, എനിക്കിപ്പോ ഫ്രസ്ട്രേഷൻ വന്ന മയിരെന്ന് വിളിക്കാം. നേരത്തെ ഞാൻ വിളിച്ച ഞാൻ നല്ല പെൺകുട്ടിയല്ല. അവനെ വിളിക്കാം. എടി, ഈ നല്ല പെൺകുട്ടി, പാവം, ചുന്ദരി, ക്യൂട്ട്, ഇതൊന്നും ശരിക്കും നമുക്കുള്ള കോംപ്ലിമെൻ്റ് അല്ല. ഒരു കൺസെൻറ്റാണ്. നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മളായിട്ട് തന്നെ കൊടുക്കുന്നൊരു കൺസെൻറ്റ്.